എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം അത് വളരെ ഭീകരമായിട്ട് ആളുകൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്നതിൽ നമുക്ക് ഏറ്റവും വലിയ ആശങ്കയായിട്ടുള്ളത് വന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോടും മലപ്പുറത്തുമാണ് ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ലോകത്ത് തന്നെ ഈ രോഗം വന്നിട്ട് രക്ഷപ്പെട്ടത് 15-ൽ താഴെ ആളുകൾ മാത്രമാണ്. അതിൽ 2 പേർ കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ സംസ്ഥാനത്ത് ഇന്നലെയും ഒരാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അതായത് വൃത്തിയില്ലാത്ത കുളങ്ങൾ, ജലാശയങ്ങൾ, പാറ ഇടുക്കുകൾ, അതുപോലെ ക്ലോറിനേഷൻ നടത്താത്ത സ്വിമ്മിംഗ് പൂളുകൾ എന്നിവയിൽ കുളിക്കുകയോ നീന്തുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ശുദ്ധമാണ് എന്ന് നമ്മൾ കരുതുന്ന വെള്ളത്തിൽ പോലും നീന്തുകയാണ് എങ്കിൽ മൂക്കിലൂടെ വെള്ളം അകത്തേക്ക് കയറാത്ത വിധം സുരക്ഷിതമായിട്ട് വേണം നീന്താൻ. അതിനുവേണ്ടി നോസ് പ്ലഗുകൾ ഉപയോഗിക്കുകയോ മൂക്കിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ തല ഉയർത്തിപ്പിടിച്ച് നീന്തുകയോ ചെയ്യണം എന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പനി, തലവേദന, ഓക്കാനം, ഛർദി, ബോധം നഷ്ടപ്പെടൽ, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, വേദന, നടുവേദന എന്നിവയാണ് ആദ്യഘട്ടത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ. അപസ്മാരവും പരസ്പര ബന്ധമില്ലാത്ത സംസാരവും ചില ആളുകളിൽ കണ്ടുവരുന്നുണ്ട്. ആരംഭത്തിൽ തന്നെ ഡോക്ടറെ കണ്ടിട്ടും ചികിത്സിച്ചിട്ടും മാറാത്ത പനി ഉണ്ട് എങ്കിൽ വിദഗ്ധ ചികിത്സ നടത്തണം എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലുള്ള ജലാശയങ്ങളിലോ കുളങ്ങളിലോ സ്വിമ്മിംഗ് പൂളുകളിലോ കുളിച്ചിട്ടുണ്ട് എങ്കിലും ആ വിവരം ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. അതുപോലെ ദീർഘനാളായിട്ട് നിങ്ങളുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ, വീട്ടിലെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ക്ലീൻ ചെയ്യണം എന്ന് ഇന്നലെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം വെള്ളത്തിൽ നിന്നും ഇത്തരം ഒരു രോഗാണു ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന പേരിലുള്ളതുപോലെ തന്നെ നെഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്ന അമീബ തന്നെയാണ് ഈ ഒരു രോഗം വരുത്തുന്നത്. ഇത് തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത അത് വളരെ ദുർലഭമാണ്. അപ്പോൾ മുൻകരുതലുകൾ അത്യാവശ്യമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കുളങ്ങളും മറ്റ് ജലാശയങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ചെറിയ കുളമാണ് എങ്കിൽ പോലും നമ്മൾ അതിൽ പോയി കുളിക്കുന്നുണ്ട്. ഇതിലേക്ക് മലിനജലങ്ങൾ ഒഴുകി വന്നിട്ടുണ്ട് എങ്കിൽ ഇത്തരം ഒരു രോഗസാധ്യത ഉണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലൂടെ കാണുന്നവർ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.